ഞാനേ വൈകുന്നേരം വീടിനടുത്തല്ല കുറച്ച് ദൂരമുണ്ട് കൃഷ്ണകോവിലിൽ പോയി. എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. കാരണം ഞാൻ വളരെ എക്സൈറ്റഡും നെർവസും ഒക്കെ ആയിരുന്നു. അങ്ങനെ പോയി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്ന് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ ടോസ് ഇട്ട് നോക്കൂലേ, അതുപോലത്തെ എൻ്റെ ഒരു ഏകദേശം ഇതാണ്. അതെങ്ങനെയാണെന്ന് എൻ്റെ ലൈഫ് സക്സസ് ആയാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള കരിയറുമായിട്ട് മുന്നോട്ട് പോകണോ, PSC പഠിക്കണോ എന്നുള്ള ചോദ്യത്തിന് PSC പഠിക്കണം എന്നുള്ളൊരു ഉത്തരവാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് മറവിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതുപോലെ കൺസിസ്റ്റൻ്റ് അല്ല. ഒരാഴ്ച പഠിച്ചു കഴിയുമ്പം മൂഡ് സ്വിങ്സ് വരും, പഠിത്തം നിർത്തും, അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി എനിക്കുണ്ട്. എന്നാലും ഇപ്പോഴത്തെ തീരുമാനം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാം. അതിൻ്റെ കൂടെ ചെറുതായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. എന്നാലും കൂടുതൽ ഫോക്കസ് PSC പഠനത്തിനാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോണത്. അതായത് എൻ്റെ ഒരു കരിയർ ഓപ്ഷനായി മിനിമം 1-2 വർഷത്തേക്ക് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് PSC പഠനമാണ്. അതൊരു കരിയർ ഓപ്ഷനാണെന്ന് പറയാൻ പറ്റില്ല, പഠനമാണ്. പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയാൽ ആ സമയത്ത് എനിക്ക് പോകാൻ തോന്നിയാൽ ഞാൻ പോവും. എനിക്ക് ആ സമയത്ത് ലീവ് എടുത്ത് ഡയറ്റീഷ്യൻ കോഴ്സും എനിക്കിഷ്ടമുള്ള കോഴ്സുകളും കാര്യങ്ങളും പഠിക്കണമെന്നാണ് തോന്നുന്നതെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ലോങ് ലീവ് എടുത്തിട്ട് എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ പോവും. ജോലി ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ സാമ്പത്തികമായിട്ടൊന്നും ഭയങ്കര അധികം വെൽ സെറ്റിൽഡ് അല്ല ഞാൻ. അപ്പോൾ എനിക്ക് ജോലി ചെയ്ത് പൈസ കിട്ടിയാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് PSC പഠനമാണ് മുഖ്യം ഇപ്പം. അപ്പം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്, എൻ്റെ ഒരു സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ABCD വെച്ച് തുടങ്ങുന്ന LKG കുട്ടിയുടെ ഒരു ലെവലേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് ഞാൻ വ്ളോഗ് ചെയ്താലും ചിലപ്പോൾ പ്രൈവറ്റാക്കി വയ്ക്കുകയോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഇനി പഠിത്തമാണ് മെയിൻ ഫോക്കസ് വരുന്നത്. അടുത്തൊരു LDC ഉണ്ട് 1 വർഷം കഴിഞ്ഞിട്ട്. അത് തൊട്ടുള്ള ടെസ്റ്റുകൾ ഏതെങ്കിലും വാങ്ങുക എന്നുള്ളതും അത് കഴിഞ്ഞ് ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ളതും എൻ്റെ ഉദ്ദേശമാണ്. ഞാൻ വിചാരിച്ചു ടാരോ റീഡിങ്ങും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാണ് എൻ്റെ തീരുമാനം വരിക എന്നുള്ളത്. ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നത്, ദൈവമേ എനിക്ക് സാമ്പത്തികമായും കൂടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഇതായിരിക്കണം എനിക്ക് വരേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പം മറ്റൊരു വഴിയിലൂടെയും അറ്റ് പ്രസൻറ്റ് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം ദൈവം എനിക്ക് ഇങ്ങനെ ഗവൺമെൻറ് ജോലി തിരഞ്ഞെടുക്കാനുള്ള വഴിയിലൂടെ എന്നെ നടത്തിക്കണം. അത് കഴിഞ്ഞ് ഒരു 4-5 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കരിയർ ചേഞ്ച് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. കുറച്ച് സമ്പാദ്യമായി കഴിഞ്ഞാൽ നമുക്ക് കരിയർ ചേഞ്ച് ചെയ്തില്ലെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബിസിനസ്സൊക്കെ കൊണ്ടുപോകാം, വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം, എന്ത് വേണോ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ പഠിക്കണതും കൂടെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് വരിക. ഞാൻ രക്ഷപ്പെടുമെന്നോ ഗവൺമെൻറ് ജോലി വാങ്ങിക്കുമെന്നോ പോകുന്നുവെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പഠിക്കും, ജോലി കിട്ടിയാൽ അപ്പോൾ കണ്ടതുപോലെ ലോങ് ലീവ് എടുത്ത് വീണ്ടും പഠിക്കാൻ തോന്നിയാൽ പഠിക്കും. ഇല്ല, ജോലിക്ക് പോകണമെന്ന് തോന്നിയാൽ മിക്കവാറും ജോലിക്ക് പോകാനായിരിക്കും സാധ്യത. കാരണം നമുക്ക് പൈസ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ജോലിക്ക് പോകാൻ തോന്നിയാൽ പോവും. എന്തായാലും മേ ബി ദിസ് ഈസ് ദ ഡിസിഷൻ ഓഫ് ഗോഡ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ വന്നിട്ട് ചപ്പാത്തി കടയിൽ ഇങ്ങനെ കിട്ടുമല്ലോ, ഇങ്ങനെ റൊട്ടി പോലത്തെ ചപ്പാത്തി, വലിയ എണ്ണയൊന്നും ഇല്ലാത്ത, അത് കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊരു ചായയൊക്കെ ഉണ്ടായിരുന്നത് ചൂടാക്കി അതൊക്കെ കഴിച്ചു. ഇന്നിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാരോ റീഡിങ് കാണുമായിരിക്കും ചെയ്യുക. നാളെ തൊട്ടായിരിക്കും പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നാളെ തൊട്ട് ഫ്രഷ് വ്ളോഗായിട്ട് ഞാൻ വരാം. നാളെ ഷൂട്ട് ചെയ്തിട്ട് നാളെ വൈകിട്ടോ മറ്റന്നാളോ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇനി തൊട്ട് വ്ളോഗ് ഷൂട്ട് ചെയ്യാം. ഞാൻ അത്ര
അത്ര അങ്ങോട്ട് തൃപ്തികരമല്ല എൻ്റെ ഒരു മൂഡ്. കാരണം ഞാൻ വിചാരിച്ചത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ടോസൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഒരിത് വരുമെന്നാണ്. പക്ഷേ ഗവൺമെൻറ് ജോലി PSC പഠിക്കുക എന്നുള്ളതാണ് വന്നേക്കണം. അപ്പോൾ ചെറുതായിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും ചെയ്ത് കൂടുതൽ PSC പഠിത്തമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇതാണ് ശരിയെന്ന് തോന്നുന്നു, മേ ബി. അപ്പോൾ ഞാൻ ഇപ്പോൾ ടാരോ റീഡിങ്ങൊക്കെ കണ്ട് ഡ്രാമ എന്തെങ്കിലുമൊക്കെ കണ്ട് കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഉറങ്ങില്ല, കുറേ കഴിഞ്ഞിട്ട്.